നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള വിവരങ്ങളുടെ വിശദാംശങ്ങൾ എടുത്ത് വെച്ച് പരിശോധിച്ചാൽ അടിയന്തരമായിട്ട് അയാളെ MLA സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ബാധ്യത കോൺഗ്രസിന് മുമ്പിലുണ്ട്. നമ്മൾ പറയുന്നത് CPM എന്ത് ചെയ്തു, കോൺഗ്രസ് എന്ത് ചെയ്തു, ഇതിന് മുമ്പ് എന്ത് ചെയ്തു പോലുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് അയാളെ ഇനി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അയാളെ അവിടെ നിന്നും പുറത്താക്കണമെന്ന് മാത്രമല്ല, MLA പദവിയിൽ നിന്ന് മാത്രമല്ല, അതിനപ്പുറം പോയാൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കി നിർത്തിക്കൊണ്ട് വേണം അയാളെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്താൻ. കാരണം പുറത്തു വരുന്ന വിവരങ്ങൾ നിഷേധിക്കാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നില്ല. ഇന്നത്തെ വാർത്താ സമ്മേളനം അയാൾ മാറ്റിവെക്കുന്നു. കാരണം എന്താണ്? ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പുറത്തു വന്ന വിവരങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത വിധം രാഹുൽ മാങ്കൂട്ടത്തിൽ ദുർബലനാണ്. അയാൾക്കെതിരെ ഇനിയും വിവരങ്ങൾ പുറത്തു വരാൻ പോകുന്നുവെന്ന് കോൺഗ്രസിനും അറിയാം, നാട്ടുകാർക്കും അറിയാം, മാധ്യമങ്ങൾക്കും അറിയാം. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഡാമേജസിന് അന്ത്യം കുറിക്കാൻ ഇപ്പോൾ ഇയാളെ പുറത്താക്കി ഞങ്ങളുമായി ഒരു ബന്ധമില്ലാത്തയാൾ എന്ന് സ്ഥാപിക്കേണ്ട അത്യാവശ്യം VD സതീശൻ്റെ മുമ്പിലുണ്ട്. അതിനിടയ്ക്കാണ് ഇന്ന് ഷാഫി പറമ്പിൽ എല്ലാവരും കാതോർത്തിരുന്ന വാർത്താ സമ്മേളനം നടന്നത്, മാധ്യമങ്ങളെ കണ്ടത്. അങ്ങേയറ്റം നിരാശാജനകമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ന് പറയാതെ വയ്യ. കാരണം എന്താണ്? ഇത്ര ഗുരുതരമായ ഒരു കേസിൽ പാർട്ടിയുടെ ഒരു പദവിയിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടയാൾ MLA പദവിയിൽ നിന്ന് രാജിവെക്കണമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MP പറയുകയാണ് CPM-ന് അത് പറയാൻ എന്ത് ധാർമ്മിക അവകാശമുണ്ട് എന്ന്. CPM-ന് ധാർമ്മിക അവകാശമുണ്ടോ, BJP-ക്ക് ധാർമ്മിക അവകാശമുണ്ടോ എന്നതിനെ ചൊല്ലി അല്ലല്ലോ നമ്മുടെ ധാർമ്മിക പ്രതലം നമ്മൾ തീരുമാനിക്കേണ്ടത്. ഞാനൊരു പൊസിഷൻ എടുക്കുന്നത് നൗഫൽ എന്ത് തീരുമാനിച്ചു, അജിംസ് പണ്ടത്തെ വിഷയത്തിൽ എന്ത് തീരുമാനമെടുത്തു എന്നതിനെ ചൊല്ലി അല്ലല്ലോ. ഷാഫി പറമ്പിൽ പറയേണ്ടത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഈ പരാതികൾ, അതിനെ മുൻനിർത്തി അദ്ദേഹം പ്രധാനപ്പെട്ട ചുമതലകൾ ഒഴിയേണ്ടതുണ്ടോ ഇല്ലയോ, എന്താണ് ഷാഫി പറമ്പിലിൻ്റെ ധാർമ്മിക നിലപാട്? അദ്ദേഹം അത് CPM-ന് നേരെ ചാരി ഒരു പ്രതിരോധം എടുക്കുകയാണ്, ഒന്നാമത്തെ കാര്യം. അപ്പം MLA പദവിയിൽ നിന്ന് രാജിവെക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതേസമയം രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാട് VD സതീശൻ എടുക്കുന്നു. വളരെ പ്രകടമാണ് ആ റിഫ്റ്റ്. അതായത് ഇയാളെ ഇപ്പോൾ തൽക്കാലം വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഷാഫി പറയുന്നത് പോലെയാണെന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ KPCC നേതൃത്വത്തിന് മേൽ, കോൺഗ്രസിന് മേൽ VD സതീശൻ ഈ സമ്മർദ്ദം ഉണ്ടാക്കേണ്ടി വരുന്നത്. അല്ലെ അവർക്ക് ഒറ്റക്കെട്ടായ തീരുമാനമെടുത്ത് ഇന്നിപ്പോൾ പുറത്താക്കാമല്ലോ. അത് നടക്കാത്ത എന്തുകൊണ്ടാണ്? അതിനിടയ്ക്കുള്ള തർക്കം അവിടെ നിൽക്കുന്നുണ്ട്.